സ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃതീയ സ്കന്ധം മുതൽ ഓരോ സ്കന്ധങ്ങൾക്കും ലക്ഷണങ്ങളുണ്ട്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം, ഇങ്ങനെ 10 ലക്ഷണങ്ങളോട് കൂടിയതാണ് ഈ ഭാഗവത പുരാണം. 5 ലക്ഷണങ്ങൾ മതി പുരാണത്തിന്. ഇത് 10 ലക്ഷണങ്ങളുള്ളത് കൊണ്ട് ഇത് വെറും പുരാണമല്ല, മഹാപുരാണമായിട്ടാണ് കണക്കാക്കുക. സർഗം എന്ന് പറഞ്ഞ അർത്ഥം സൃഷ്ടി എന്നാണ്. സൃഷ്ടിയെ പറ്റിയാണ് ഇപ്പം വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത് തൃതീയ സ്കന്ധത്തിൽ. ഇന്നലെ നമ്മൾ കേട്ടു സ്വയംഭൂ മനുവിന്റെ കഥ. മനു ശതരൂപയെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്ക് കുട്ടികളുണ്ടായി എന്ന് പറയുകയാണ്. 2 ആൺകുട്ടികളാണ്. കുട്ടികളുടെ പേര് പ്രിയവ്രതൻ, ഉത്താനപാതൻ. 3 പെൺകുട്ടികളാണ് പിന്നെ ഉണ്ടായത്. പേര് ആകൂതി, ദേവഹൂതി, പ്രസൂതി. ആകൂതിയുടെ കഥയൊന്നും അങ്ങനെ വിസ്തരിച്ച് പറയാൻ മാത്രമില്ല. പിന്നെ അടുത്ത കഥ ദേവഹൂതി. ദേവഹൂതി വിവാഹം കഴിച്ചത് കർദമ പ്രജാപതിയാണ്. അത് വിസ്തരിച്ച് പറയണം. ആരാ ഈ കർദമൻ? കർദമൻ ബ്രഹ്മദേവന്റെ മകനാണ്. ബ്രഹ്മദേവൻ നിഴലിനെ നോക്കിയ സമയത്ത് ഉണ്ടായിന്നാണ്. ചളിയിലേക്ക് നോക്കിയപ്പോൾ ചളിയിൽ നിഴല് കണ്ടു. കർദമൻ എന്ന് പറഞ്ഞാൽ ചളി എന്നർത്ഥമുണ്ട്. അപ്പം ഈ പേരിന്റെ താല്പര്യം പറയാണ്. നിഴലിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം നിഴല് പോലെ അച്ഛനെ പിന്തുടരുന്നവൻ. അച്ഛൻ പറഞ്ഞ പിന്നെ എതിരെ അഭിപ്രായമില്ല, അച്ഛനെ അങ്ങനെ തന്നെ അനുസരിക്കുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം, കർദമൻ. അത് മാത്രല്ല, ഇനി ആധ്യാത്മികമായിട്ട് പറയാൻ വെച്ചാൽ വേറൊരർത്ഥം, ദമം എന്ന് പറഞ്ഞത് ഒരു ഗുണമാണ്. സാധകന്മാർക്ക് ഉണ്ടാവേണ്ട ഗുണമാണ്. ഭാഗവതമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഗുണമാണ് എന്ത്? ദമം. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്, ഇത് നമ്മുടെ കൺട്രോളിലാവണം. ഇപ്പൊ അങ്ങനെയാണോ അല്ലേന്ന് ചിന്തിക്കണം. ഒരു കാഴ്ച കണ്ട കണ്ണ് അവരുടെ പിന്നാലെ അങ്ങോട്ട് പോകുന്നുണ്ടോ? ഒരാളങ്ങോട്ട് പോയാൽ നമ്മളിങ്ങനെ കണ്ണതിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളിലല്ല. അവർ പോട്ടെ, എൻ്റെ കണ്ണ് ഞാൻ എൻ്റെ കൺട്രോളിലാക്കും. ഞാൻ കേൾക്കേണ്ടത് ഇതാണ്, കാണേണ്ടത് ഇതാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അതാ ചോദ്യം. പലപ്പോഴും സംഭവിക്കാറില്ല. ശബ്ദം കേട്ടാൽ ചെവി അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോയി, മനസ്സും പിന്നാലെ അങ്ങോട്ട് പോയി. കാഴ്ച കണ്ടാൽ അതിന്റെ പിന്നാലെ പോയി, ഗന്ധം വന്നാൽ അതിന്റെ പിന്നാലെ പോയി. നേരെ മറിച്ച് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദമം എന്നുള്ള ഗുണം ഇല്ല. അതുള്ളവർക്ക് മാത്രമേ ഉയർച്ച ഉണ്ടാവുള്ളൂ, ജീവിതത്തിൽ നേട്ടം ഉണ്ടാവുള്ളൂ. കർദമൻ എന്ന് പറഞ്ഞാൽ ദമം ശീലിച്ചവൻ, ഇന്ദ്രിയ നിഗ്രഹമുള്ളവൻ. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക് ഇതിനെ അടക്കിയവനാണ് ആര്? കർദമൻ. ഇതാണ് ഈ പദത്തിന്റെ അർത്ഥം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈശ്വരനെ കിട്ടൂ. മകനായിട്ട് ആര് വന്നു? ഈശ്വരൻ വന്നു പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അടക്കിയവന്റെ ഹൃദയത്തിൽ മാത്രമേ ഭഗവാൻ ഉദിക്കൂ എന്നാണ് ഇപ്പം പറഞ്ഞതിന്റെ താല്പര്യം. ഇതാണ് ആധ്യാത്മികമായിട്ട് അർത്ഥം. ഏതായാലും കർദമ പ്രജാപതിയോട് ബ്രഹ്മദേവൻ പറഞ്ഞു, നീ പോയിട്ട് വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കഴിയുക വേണ്ടത് എന്ന് പറഞ്ഞു. കർദമൻ അത് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അച്ഛൻ പറയുമ്പോൾ എതിര് പറയാൻ വയ്യല്ലോ. കാരണം പേരെന്താ? നേള് പോലെ പിന്തുടരുന്നവൻ എന്നല്ലേ അച്ഛൻ പറഞ്ഞത് കേൾക്കണ്ടേ. അദ്ദേഹം നേരെ പോയി സരസ്വതി തീരത്ത് തപസ് ചെയ്തു. കാരണം തനിക്ക് വിവാഹം കഴിക്കാൻ പോണ കുട്ടി തനിക്ക് കുലത്തിനും ശീലത്തിനും ചേർന്ന കുട്ടിയാവണം. അത് വേണ്ടേ? ഏതെങ്കിലും ഒന്നിനങ്ങോട്ട് കഴിച്ചിട്ട് കാര്യമില്ല. കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണ്ടേ തന്റെ ഗൃഹസ്ഥ ജീവിതം. അതുകൊണ്ട് ഭഗവാനോട് അനുവാദം വാങ്ങുക. ഇങ്ങനെയാണ് ഭക്തന്മാരുടെ രീതി. ഇങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്. വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു യജ്ഞം തന്നെയാണ്. 16 സംസ്കാരത്തിൽ ഒരു സംസ്കാരമാണെന്ത്? വിവാഹം. അത് വലിയൊരു കാര്യമാണ്, ദൈവികമായിട്ടുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് ഭഗവാനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് അദ്ദേഹം ഭഗവാനോട് അനുവാദം വാങ്ങാനായിട്ട് അദ്ദേഹം തപസ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ തപസ് കണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക മനസ്സ് കണ്ട് ഭഗവാന്റെ കണ്ണെന്ന് പോലും 2 തുള്ളി കണ്ണീര് വീണു. അതാണ് ബിന്ദു സരസ് എന്നുള്ള പേരിൽ പ്രസിദ്ധമായ നദി. ഭഗവാനെ കണ്ടത് അദ്ദേഹം സ്തുതിച്ചു കേമായിട്ട്. ജുഷ്ടം പദാത്യാഖില സത്വരാശേ സാംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനാന്നഹ യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ഭിഃ ആശാസത്തെ യോഗിനോ രൂഢയോഗാ. ഇപ്പോഴാണ് ഭഗവാൻ ഈ 2 കണ്ണെന്തിനാന്ന് മനസ്സിലായത്. ഇത്രയും കാലം സംശയം ഉണ്ടായിരുന്നു, എന്തിനാ ഇപ്പൊ 2 കണ്ണ്, എന്തേപ്പതുകൊണ്ട് ഇപ്പൊ കാണാൻ സാധിച്ചത്. പക്ഷെ ഇപ്പൊ അങ്ങയെ കണ്ടപ്പോൾ മനസ്സിലായി. ഇപ്പോഴാണ് കണ്ണ് കണ്ണായത്. അങ്ങയെ കാണാൻ സാധിച്ചില്ലേ, വലിയ ഭാഗ്യം. ഇനി എൻ്റെ ഈ ഭക്തിയൊക്കെ കാണുമ്പോൾ അങ്ങ് വിചാരിക്കും ഞാൻ അസ്സല് ഭക്തനാണ്. അല്ല, അങ്ങനെ വിചാരിക്കേണ്ട. ഞാൻ അത്ര നല്ല ഭക്തനൊന്നുമല്ല. എനിക്കറിയാം അങ്ങയെ തുച്ഛങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഭജിക്കുക എന്ന് പറഞ്ഞാൽ അത് 2ാം തരം എനിക്ക് നിശ്ചയുണ്ട്. ഇപ്പൊ ഞാനും അങ്ങയെ ഭജിക്കുന്നത് അങ്ങയെ കിട്ടാനല്ല, ചില ആഗ്രഹങ്ങളോട് കൂടിയാണ്. വിവാഹം കഴിക്കാൻ ഒരു കുട്ടിയെ വേണം, ഇത് ചോദിക്കാനാണ് ഇപ്പൊ ഞാൻ അങ്ങയെ ഭജിച്ചത്. ചിലപ്പോൾ എൻ്റെ ഭജനം കാണുമ്പോൾ അങ്ങ് വിചാരിക്കും അസ്സല് ഭക്തൻ ആവും, എന്താ അയാളുടെ ഭജനം. വിചാരിക്കേണ്ട, ഞാൻ അത്ര നല്ല ഭക്തനല്ല എന്ന് പറയുമ്പോഴും ഭഗവാൻ നോക്കണത് എങ്ങട്ടാ? മനസ്പർശ സ്മിതേക്ഷണം. അദ്ദേഹത്തിന്റെ മനസ്സങ്ങനെ നോക്കുക ഭഗവാൻ. ഹൃദയത്തിൽ പറയണത് എന്താ ഇഷ്ടമുണ്ടോ? ഭഗവാൻ എനിക്ക് അങ്ങയെ മതി, എനിക്ക് അങ്ങല്ലാണ്ട് ഒന്നും വേണ്ട. നാവോണ്ട് പറയണത് എന്താ? എനിക്ക് കല്യാണം കഴിക്കണം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കല്യാണം കഴിക്കണം. ഹൃദയത്തിൽ എന്താ പറയണത്? അങ്ങല്ലാണ്ടൊന്നും വേണ്ട. അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഇത് ചോദിക്കാണ്ടിരിക്കാൻ വയ്യല്ലോ, എനിക്ക് അങ്ങയെ വേണമെന്നേ ഉള്ളൂ. മനസ്പർശ സ്മിതേക്ഷണം. ഭഗവാൻ പുഞ്ചിരിച്ചു അദ്ദേഹത്തിന്റെ മനസ്സ് നോക്കിയിട്ട്. നാവ് പറയണത് വേറെ, ഹൃദയം പറയണത് വേറെ. നമ്മൾ തിരിച്ചാവും പറയാം.
പുറമേക്ക് ഭഗവാനെ അങ്ങേ മതി എന്നൊക്കെ പറയുള്ളല്ലോ. കല്യാണം കഴിയണം, കുട്ടി ഉണ്ടാവണം, ലോട്ടറി അടിക്കണം, അത് വേണം ഇത് വേണം, അങ്ങനെ പലതും ഉള്ളിലുണ്ട്. പക്ഷെ ഭഗവാൻ നോക്ക് ഹൃദയ, എന്താണോ ഹൃദയത്തിലുള്ളത് അതാണ് ഭഗവാൻ ശ്രദ്ധിക്കുക. അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, താൻ ഒന്നും പറയേണ്ട കാര്യമില്ല. അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി. ഭക്തന്മാർ ചോദിക്കുന്നു വേണ്ട, അവരുടെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ഞാൻ നടത്തിക്കോളും. അങ്ങ് വിവാഹം കഴിക്കാൻ പെണ്ണന്വേഷിച്ച് നടക്കൊന്നും വേണ്ട. സമയമാകുമ്പം ഇങ്ങോട്ട് വരും. ആര്? ആ കുട്ടി. പേര് ദേവഹൂതി എന്നാണ്. സ്വയംഭൂമനുവിന്റെ രണ്ടാമത്തെ മകളാ. അവളെയും കൂട്ടി സ്വയംഭൂമനു ഈ കാട്ടിലേക്ക് വരും. അങ്ങ് എന്നെ ഭജിച്ചുകൊണ്ട് കഴിഞ്ഞോളും, അങ്ങയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് കേട്ട് വീണ്ടും കർദമ പ്രജാപതി അവിടെ ഭഗവാനെ ഭജിച്ചും കൊണ്ട് അങ്ങനെ ശാന്തനായും കൊണ്ട് വർത്തിച്ചു. നാരദ മഹർഷി വന്ന് സ്വയംഭൂമനുവിനോട് പറഞ്ഞു, രണ്ടാമത്തെ കുട്ടി ദേവഹൂതിയുടെ കല്യാണമൊക്കെ ആലോചിക്കണ്ടേ? ആരാ വരൻ? നല്ലൊരാളുണ്ട്, പേര് കർദമൻ. ഇപ്പൊ കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അസല് തേജസ്സുള്ള ആളാണ്, വലിയ കേമനാണെന്നൊക്കെ പറഞ്ഞപ്പോ ഉത്സാഹായി. അങ്ങനെ മകളെയും കൊണ്ട് ആര് വന്നു? സ്വയംഭൂമനു കർദമന്റെ അടുത്തേക്ക് വന്നു. കാട്ടിലേക്ക് പോകുമല്ലേ, അപ്പൊ അതുകൊണ്ട് തന്റെ വേഷമൊക്കെ ഒന്ന് മാറ്റി ഒരു വൽക്കലം എടുത്തും കൊണ്ട് തന്റെ മകളെയും കൂട്ടി കർദമന്റെ അടുത്തെത്തി. കർദമൻ രാജാവിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ രാജാവേ അങ്ങ് ഈ കാട്ടിലേക്ക് എഴുന്നള്ളാൻ? ഒന്നും അറിയാത്ത പോലെ ചോദിക്കാൻ. ഒക്കെ അറിയാം, ഒക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മകളെയും കൂട്ടി ഒരു വിവാഹം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചോദിച്ച സമയത്ത് മുഖപുരിയായിട്ട് ചിലത് പറഞ്ഞു സ്വയംഭൂമനു. പറയേണ്ടത് എൻ്റെ മകളെ വിവാഹം കഴിക്കണം എന്നാണ്. പക്ഷെ അങ്ങനെ പറയണത് ഒരു മോശമല്ലേ? പെൺകുട്ടികളെയും കൊണ്ട് ഇങ്ങനെ അച്ഛൻ നടക്കുക, എന്നിട്ട് വിവാഹം കഴിക്കോ? ഇല്ല. താൻ കഴിക്കോ? ഇല്ല. എന്നാൽ മറ്റാൾ കഴിക്കോ? അതല്ല, ഇങ്ങോട്ട് ചോദിച്ചു വരണം, കുട്ടിയെ തരുമോ വിവാഹം കഴിക്കാൻ, മോഹമുണ്ട്, കഴിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കാന്നല്ലാതെ അങ്ങോട്ട് ഇങ്ങനെ മകളെയും കൊണ്ടിട്ട് വിവാഹം കഴിക്കോ ചോദിക്കണത് ശരിയല്ല. പക്ഷെ ഇതിപ്പോ അങ്ങനെയാ വന്നത്. അതുകൊണ്ട് മുഖപുരിയായിട്ട് ചിലത് പറഞ്ഞു. ബ്രഹ്മക്ഷത്രമംഗം പ്രചക്ഷതേ. അല്ലയോ ബ്രാഹ്മണ, അങ്ങ് സാത്വികന, അങ്ങ് ബ്രാഹ്മണനായതുകൊണ്ട് അങ്ങേക്ക് സത്വഗുണമാണ് കൂടുക. സത്വഗുണം കൂടിയാൽ ബുദ്ധി നല്ലോണം കൂടുന്നതാണ്. നല്ല വകതിരിവുണ്ടാവും. വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഞങ്ങൾ ക്ഷത്രിയന്മാരാണ് രജോ ഗുണ കൂടുക. എന്താ കൂടുക? രജോ ഗുണം കൂടിയ ശക്തി കൂടും. ബ്രാഹ്മണർക്ക് ബുദ്ധി ഉണ്ടെങ്കിലും ശക്തി ഉണ്ടായിക്കോളുന്നില്ല. ക്ഷത്രിയർക്ക് ശക്തി ഉണ്ടെങ്കിലും ബുദ്ധി ബ്രാഹ്മണരുടെ അത്ര ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ എന്താ ഈ പറഞ്ഞു വരുന്നത്? അല്ല, ബുദ്ധിയും ശക്തിയും ചേർന്നാൽ ലോകത്തിന് നന്മയല്ലേ? വെറും ബുദ്ധി മാത്രമായിട്ട് കാര്യമില്ല, ശക്തിയും വേണ്ടേ? ശക്തി മാത്രമായിട്ട് കാര്യമില്ല, ബുദ്ധിയും വേണ്ടേ? അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിൽ രാജ്യത്തിന് നന്മയല്ലേ? എങ്ങനെയാ ബന്ധം ഉണ്ടാവുക? എൻ്റെ മകളെ അങ്ങ് കഴിച്ചാൽ മതി, വിവാഹം കഴിച്ചാൽ നമ്മൾ തമ്മിൽ ബന്ധമായില്ലേ? ശരി, അങ്ങയുടെ മകളെ വിവാഹം കഴിക്കണം എന്നല്ലേ പറയണത്? ഞാൻ തയ്യാറാണ്, കുഴപ്പമില്ല. പക്ഷേ കണ്ടീഷൻ എന്താ ചോദിച്ചാൽ അവൾക്കും കൂടി ഇഷ്ടാവണം. ആദ്യത്തെ കല്യാണം പറഞ്ഞിട്ടുള്ളത് അവൾക്കും കൂടി. അതും ആണ് കാണാനാ പോയത്, പെണ്ണ് കാണാനല്ല. നമുക്ക് ആദ്യത്തെ കല്യാണം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഒന്നുമില്ല, പെണ്ണ് കാണാൻ പോവില്ല, കുട്ടിയെ കാണില്ല, കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് കുട്ടിയെ കാണുള്ളൂ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സമ്പ്രദായം എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇല്ല, അതൊക്കെ ഇടക്കാലത്ത്. ഇത് വൈദിക പണ്ടത്തെ കാര്യമാണ് പറയണത്. അങ്ങോട്ട് പോയി മകളെയും കൊണ്ട് അച്ഛൻ ചെന്ന് അവിടെ എത്തിയിട്ട് വിവാഹം കഴിക്കണം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങൾ അങ്ങോട്ട് നിശ്ചയിച്ചാൽ പോരാ, കാരണം കുട്ടിക്ക് എന്നെ ഇഷ്ടാവണ്ടേ, അത് വേണം. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ വിവാഹം കഴിക്കും. മാത്രമല്ല, ഞാൻ കേട്ടിട്ടുണ്ട് അവളെ പറ്റി, അവളെ സുന്ദരിയാന്ന് എനിക്കറിയാം. പണ്ട് വിശ്വാവസുന്ദരായിട്ടുള്ള ഗന്ധർവൻ. ആരാണ്? ഗന്ധർവൻ. വിശ്വാവസു വലിയ ഗന്ധർവനാണ്. അദ്ദേഹം ഗന്ധർവൻ എന്ന് പറഞ്ഞ അർത്ഥം സ്ത്രീകളെ കാണാത്ത ആളല്ല എന്നർത്ഥം. എത്രയോ അപ്സര സ്ത്രീകളെ, സുന്ദരികളെ കണ്ട ആളാ അദ്ദേഹം. പണ്ട് വിമാനം ഓടിച്ച് ആകാശത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ദേവഭൂതി ടെറസിന്റെ മുകളിൽ നിന്ന് പന്ത് കളിക്കുക. അവൾ മട്ടുപ്പാവിൽ പന്ത് കളിക്കുന്നത് കണ്ടപ്പോൾ നോക്കി നിന്നു. കുറച്ചേരം നോക്കി നിന്നപ്പോൾ വണ്ടി ഓടിക്കാൻ വിട്ടു. ഇതൊരു പനയുടെ മുകളിൽ കുത്തി വിമാനം മറിഞ്ഞു, ഇയാൾ താഴെ വീണു എന്നുള്ള കഥ ഞാൻ പണ്ട് പേപ്പറിൽ വായിച്ചിട്ടുണ്ട് എന്നാര് പറഞ്ഞു? കർദമൻ. എന്താ പറയണത്? അത്രയ്ക്ക് സൗന്ദര്യം ആർക്കുണ്ട്? വിശ്വാവസു എന്നുള്ള ഗന്ധർവൻ പോലും ഇവളുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള ഇവൾക്ക് വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത എന്നെ ഇഷ്ടാവൂ? അച്ഛൻ്റെ നിർബന്ധത്തിൽ അങ്ങോട്ട് കഴിക്കുക, അങ്ങനെ വേണ്ട. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ മതി, അങ്ങ് നിർബന്ധിക്കൊന്നും വേണ്ട, അവളുടെ ഇഷ്ടം പോലെ അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാം. അത് മാത്രമല്ല, എൻ്റെ രീതി വിവാഹം കഴിക്കുന്നത് ഞാൻ എന്തിനാ ചോദിച്ചാൽ സത്സന്താനങ്ങളൊക്കെ ഉണ്ടാവാനാ. ഈശ്വരനെ ഭജിക്കലാണ് എൻ്റെ ലക്ഷ്യം. അതിന് സത്സന്താനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ ഉപേക്ഷിക്കും, അവളോട് ആദ്യം പറഞ്ഞേക്കും, വീട്ടിൽ തന്നെ ഇരിക്കില്ല. കുട്ടിക്ക് അത്യാവശ്യം ഒരു 10-18 വയസ്സായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വീട് വിട്ടു പോകും. അതൊക്കെ തയ്യാറാണെങ്കിൽ മാത്രം എന്നെ വിവാഹം കഴിക്കാം. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. സ്വതവേ കുട്ടികൾക്ക് സൗന്ദര്യം മാത്രമാണ് കുട്ടി നോക്കുക എന്നാ പറയാ. വിത്തമിച്ഛന്തി മാതര സ്വതമിച്ഛന്തി പിതര ബാന്ധവാ കുലമിച്ഛന്തി രൂപമിച്ഛന്തി കന്യകാഹ. ഇങ്ങനെയാണ് പറയാ. സ്വതവേ വിവാഹമാകുമ്പം ഓരോരുത്തരും ഓരോന്നാ നോക്കുക. അമ്മ നോക്കുക എന്താ വെച്ചാൽ സ്വത്തുണ്ടോ എന്ന് നോക്കുക. എന്താണ്? മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് വിവരമുണ്ടോ എന്ന് അമ്മ നോക്കില്ല. അമ്മ എന്താ നോക്കുക? കാശുണ്ടോ, വലിയ വീടാണോ, കാശുണ്ടോ, പറമ്പത്ര ഉണ്ടോ എന്നൊക്കെ നോക്കും. കാരണം അമ്മയ്ക്ക് അതേ അറിയണ്ടോ.
അച്ഛൻ അതല്ല നോക്കുക എന്ന് പറയാം. അച്ഛൻ നോക്കുക വിവരം ഉണ്ടോ, അത്യാവശ്യം വിവാഹം കഴിച്ചാൽ ബുദ്ധിമുട്ടില്ലാണ്ട് നോക്കൂ, അത്യാവശ്യം കഥ ഉണ്ടോ എന്നെ ആരും നോക്കുള്ളൂ, അച്ഛൻ നോക്കുള്ളൂ. എന്നാൽ കുട്ടി എന്താ, കുട്ടി ഇത് രണ്ടും നോക്കില്ലേ? കുട്ടി നോക്കുക ഷോക്കേസിൽ വെക്കാൻ പറ്റുമോ? കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരുക്കി കൊണ്ടുപോകാൻ അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവുമോ? രൂപം ഇച്ഛന്തി കന്യക, കന്യക നോക്കുക രൂപം മാത്രമെന്നാ പറയുക. അതുകൊണ്ട് ഇവളെ സുന്ദരി ആയതുകൊണ്ട് താൻ സുന്ദരനല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടാവൂ. സ്വയംഭൂമന് നോക്കിയ സമയത്ത് ദേവഭൂതി തല താഴ്ത്തി കാലിന്റെ തള്ളവരല് കൊണ്ട് റാ വരയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം പണ്ട് കാലത്ത് ഇഷ്ടാന്ന് പറയില്ലല്ലോ, അങ്ങനെ ഇഷ്ടമാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെയുള്ള മട്ടിൽ അങ്ങനെ ഭാവം കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു, കൈപിടിച്ചു. സഹധർമ്മശ്ചര്യത, ഇതാണ് മന്ത്രം. ഇനി നമുക്ക് ഒരുമിച്ച് ധർമ്മം അനുഷ്ഠിക്കാം. എന്തിനാ വിവാഹം കഴിക്കുന്നത്? ധർമാനുഷ്ഠാനത്തിന്. ഇനിയുള്ള ജീവിതം ഒറ്റയ്ക്ക് സാധിച്ചോളന്നില്ല, പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ആരും വേണം, തൻ്റെ കൂടെ സഹധർമ്മിണി എന്നാണ് പേര്. ഭാര്യ എന്നല്ല, ഭാര്യ പറഞ്ഞാൽ എന്താ, ഭരിക്കുന്നവൾ, ഭരിക്കപ്പെടുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ. ഇത് ഭരിക്കുന്നല്ല, ആരെ ഭരിക്കാൻ? സഹധർമ്മിണി എന്നാണ്, കൂടെ ധർമ്മം ചെയ്യുന്നവൾ, എന്നെ നേർവഴിക്ക് നടത്തുന്നവൾ അതൊക്കെ താല്പര്യം. ഇനി ഒരുമിച്ച് ധർമാനുഷ്ഠിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം കൈപിടിക്കുന്നു. നല്ല ഉപദേശമൊക്കെ സ്വയംഭൂമന് കൊടുക്കുന്നു. വിവാഹം കഴിഞ്ഞ് അങ്ങനെ കഴിയുമ്പോൾ ശ്രദ്ധിക്കണം, തൻ്റെ വീട്ടിലുള്ളതുപോലെ ആവില്ല അവിടെ, സാഹചര്യമൊക്കെ മാറും. അവിടെയൊക്കെ നല്ല രീതിയിൽ കഴിയുക, ആരെയും വിഷമിപ്പിക്കാണ്ടേ എന്നുള്ള ഉപദേശം. അങ്ങനെ ഭംഗിയിൽ അവർ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം, ഒരു വർഷക്കാലം അദ്ദേഹം ദേവഭൂതിയോട് മിണ്ടിയില്ല എന്നാണ്. ദേവഭൂതിക്ക് സംശയം, ഇയാൾക്ക് നാവില്ലേ? അല്ല, നാവുണ്ട്, കാരണം അച്ഛനോട് എന്തായിരുന്നു പ്രസംഗം അന്ന്. ഇപ്പൊ ഒരു വർഷക്കാലം വെയിലും മഴയും കൊണ്ട് കഴിയുക. കൊട്ടാരത്തിൽ അവിടെ എ സിയിൽ കഴിഞ്ഞ കുട്ടി ഇപ്പം സ്വന്തമായിട്ട് വീട് പോലും ഇല്ല, വെയിലും മഴയും കൊണ്ട് അങ്ങനെ കഴിയുകയാണ്. പക്ഷെ ഒരു പരാതിയില്ല. നിത്യം പര്യചരത പ്രീത്യ ഭവാനീവ ഭവം പ്രഭും, പരമേശ്വരനെ പാർവതി സേവിക്കും പോലെ ആര് സേവിച്ചു? ഈ കർദമന ദേവഭൂതി സേവിച്ചു. ഒരു പരാതിയില്ല. സമയത്ത് ആഹാരമില്ല. ക്ഷാമാം കർഷിതാം വ്രതചര്യയാ, ആഹാരമില്ലാണ്ട കവളൊക്കെ ഒട്ടിയേ, എല്ലും തോലുമായി, മുടിയൊക്കെ ജട പിടിച്ചു. എന്നിട്ടൊരു പരാതിയില്ല. ഒരു കൊല്ലക്കാലം അങ്ങനെ ശുശ്രൂഷിച്ചു ആരെ? ഈ ഭർത്താവിനെ. ഭർത്താവ് നോക്കിയില്ല, ചിരിച്ചില്ല, മിണ്ടിയില്ല. ഒരിക്കൽ തന്റെ ദേവാലയം കഴിഞ്ഞ് കർദമങ്ങൻ നോക്കിയ സമയത്ത് ആരെ കണ്ടു? ദേവഭൂതിയെ കണ്ടു. അദ്ദേഹം സന്തോഷിച്ചുകൊണ്ട് പറയാണ്, സന്തോഷായി. തുഷ്ടോഹമദ്യ തവ മാനവിമാനദായാ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്തിയാ. തുഷ്ടോഹം, സന്തോഷായി, ഇന്നെനിക്ക് സന്തോഷായി. ഞാൻ ഇത്രയും കാലം നിന്നോട് മിണ്ടാണ്ടിരുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടോ? നീ പോവാൻ പോയിക്കോട്ടെ കരുതിയിട്ടാണോ? ഇപ്പൊ ഇവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെറുതെ. അദ്ദേഹത്തിന് അങ്ങനെ ദേവഭൂതി വേണം നിർബന്ധമൊന്നുമില്ല. ഈശ്വരനെ ഭരിച്ചിരിക്കാനാണ് ഇഷ്ടം. ഇനി അവർക്ക് ഇവിടെ പറ്റണില്ലെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള മട്ടിൽ മിണ്ടാണ്ടിരുന്നതാ. എന്ന് മാത്രല്ല, നമുക്ക് ഉണ്ടാവുന്ന സന്തതി സൽസന്താനമാവണമെങ്കിൽ എന്റെ തപസ് കൊണ്ട് മാത്രം കാര്യമില്ല, നിനക്കും തപസ് വേണം. ഗർഭം ധരിക്കുന്നത് ആരാ? അത് ഭാര്യയല്ലേ. അപ്പൊ തന്റെ തപസ് കൊണ്ട് മാത്രം കാര്യമില്ല, അച്ഛനും അമ്മയും നന്നായാലേ കുട്ടി നന്നാവുള്ളൂ. ഇതങ്ങനെ വേണം ദാമ്പത്യം കാണിക്കും. ഇന്നലെ കാണിച്ചു എന്ത്, കർദമ പ്രജാപതിയുടെ കശ്യപ പ്രജാപതിയുടെയും ദിതിയുടെയും ദാമ്പത്യം വർണ്ണിച്ചു. രണ്ടുപേർക്കുള്ളിൽ എന്താ ഉണ്ടായത്? കശ്യപന് ദേഷ്യം, ദിതിക്കോ കാമം. ഉണ്ടായ മക്കള് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പുവും. ഇന്നിങ്ങനെയാ കാണുന്നത്. ഇന്ന് ഹിരണ്യാക്ഷന്മാർ ഹിരണ്യകശിപ്പുവും ഇങ്ങനെ കൂടിക്കൂടി വരിക. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. ഇനി ആരെ പറയണം എന്നുള്ളത് ചിന്തിക്കുക. ഇവിടെ കർദമ പ്രജാപതി ദേവഭൂതി. അതുകൊണ്ട് കർദമ പ്രജാപതി പറയാം, എന്റെ തപസ് കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടാണ് ഒരു കൊല്ലക്കാലം നിന്നെക്കൊണ്ട് ഞാനിപ്പോ എന്താ തപസ് ചെയ്യിച്ചു. ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് അടങ്ങി, രുചിയുടെ പിന്നാലെ ഓടണില്ല, വെയിലും മഴയൊന്നും പ്രശ്നമില്ല, ദേഹത്തോടുള്ള അഭിമാനം കുറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നിന്റെ ശുശ്രൂഷ എനിക്ക് വലിയ ഇഷ്ടമായി, നിന്റെ ത്യാഗം എനിക്ക് വലിയ സന്തോഷമായി. ദേവഭൂതി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ദേവം മുഹയതി എന്നാണ്. ഭഗവാനെ വിളിക്കുന്നവൾ എന്താണ്? ഈശ്വരനെ ഭജിക്കുന്നവൾ, അതിന് പ്രാധാന്യം കൊടുത്തവൾ. അവൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. വിവാഹം കഴിഞ്ഞ ആർക്കും ഉള്ളതുപോലെ അങ്ങേപോലെ ഒരു തേജസ്സിലൊരു ഉണ്ണി ഉണ്ടായ തരക്കേടില്ല എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പ്രിയമന്വിച്ഛൻ, തന്റെ പത്നിയുടെ ആഗ്രഹം മനസ്സിലാക്കി അദ്ദേഹം ഒന്ന് കണ്ണടച്ചു, ഒന്ന് ശ്വാസം വലിച്ചപ്പോഴേക്ക് അവിടേക്ക് ഒരു വിമാനം വന്നു. വിമാനം കാമകം ക്ഷത്തഃ തർഹ്യേവാ വിരചീകരത്. ഒരു വിമാനം പറക്കുമ്പോൾ വിമാനമാണെങ്കിലും താഴത്തെത്തിയ കൊട്ടാര, ഒരു ഫ്ലൈയിങ് പാലസ്, ഒരു പറക്കും തളിക. താഴത്തെത്തിയ കൊട്ടാരായി. അതങ്ങോട്ട് തുറന്നു. അതിൽ നിന്ന് കുറെ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി സരസിൽ അങ്ങോട്ട് മുക്കി കുളിപ്പിച്ചു. നല്ല ആസവങ്ങളൊക്കെ കൊടുത്തു. സുന്ദരിയായിട്ട് മാറിയാലും ദേവഭൂതി. കർദമ പ്രജാപതിയും സുന്ദരനായിട്ട് മാറി. രണ്ടുപേരും കൂടി ആ വിമാനത്തിലെ അങ്ങോട്ട് കയറി. ആ വിമാനം അവിടെ നിന്ന് അങ്ങോട്ട് പൊന്തി നേരെ അങ്ങോട്ട് പോയി. വിവാഹം കഴിഞ്ഞപ്പോൾ പിന്നെ യാത്രയൊക്കെ ചെയ്യുമല്ലോ കുറച്ചു കാലം. അങ്ങനെ
ഇവര് പോയത് കുളുമണാലിക്കല്ല, ഒരു ചന്ദ്രനിലേക്ക് പോയി. അങ്ങനെ ചന്ദ്രനിലെത്തിയിട്ട് പറയണത്, നമ്മൾ പഠിച്ചത് എന്താ, നീലാംസ്ട്രോങ് ആണ് ആദ്യം ചന്ദ്രനിൽ കാല് കുത്തിയെന്നാണ് പറയുക. അതിൻ്റെയൊക്കെ മുന്നത്തെ കഥ ഈ പറയണത് കേട്ടോ. അങ്ങനെ ചന്ദ്രനിലെത്തി, പല ദിക്കിലും സഞ്ചരിച്ചു, ദേവോദ്യാനങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു, പല സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. ആർക്ക്? ഈ ദേവഭൂതിക്ക്. വലിയ സന്തോഷമായി അവർക്ക്. അവിടെ വെച്ച് ദൂരത്തേക്ക് കാണിച്ചിട്ട് പറയാ, ആ ഉരുണ്ടും കൊണ്ടൊരു സാധനം കണ്ടു ദേവഭൂതി. കണ്ടു. എന്താ അത്? അതാണ് ഭൂമി. നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു വന്നത്. പ്രേഷയിത്വ ഭുവോർഗോളം. എന്താണ്? ഭുവോർഗോളം. ഭൂമി ഗോളാകൃതിയാണ്, ഉരുണ്ടിട്ടാണ് എന്ന് പുരാണത്തിൽ കാണാം, വേദത്തിൽ കാണാം. പക്ഷെ നമ്മൾ സ്കൂളിൽ പഠിച്ചത് ഭൂമി ഉരുണ്ടിട്ടാ കണ്ടുപിടിച്ചത് മെഗല്ലെ. ആരാണ്? ആ പരീക്ഷ പാസ്സാവണിച്ച് അത് എഴുതേണ്ടി വരും. അതൊക്കെ ഇപ്പോൾ വേണ്ടി വരും. പക്ഷെ സംഗതി മനസ്സിലായിക്കോളും. ഇതൊക്കെ എത്രയോ മുന്നേ ഈ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല. ഋഷിമാർ ഇതിനെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾക്ക് അവരൊട്ടും പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഉള്ളിലുള്ള വിഷയം, ശാന്തി, സമാധാനം, അതിന് പ്രാധാന്യം കൊടുത്തു. അതിനെപ്പറ്റി വിസ്തരിച്ച് വർണ്ണിച്ചു. അതാണ് വ്യത്യാസം. പ്രേക്ഷയിത്വ ഭുവോ ഗോളം പത്നിയാവാൻ സ്വസംസ്ഥയ. അങ്ങനെ ഭൂമിയൊക്കെ കാണിച്ചു കൊടുത്തു, പല ദിക്കിലും സഞ്ചരിച്ചു. അങ്ങനെ അവർക്ക് 9 പെൺകുട്ടികളുണ്ടായി. 10ാമനായി ഭഗവാൻ തന്നെ കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ചു. ഇതേ കാരണം ഈശ്വര കഥകൾ പറഞ്ഞും കൊണ്ടും നാമം ജപിച്ചും കൊണ്ടും അങ്ങനെ ഹൃദയം ശുദ്ധമായിട്ട് സൃഷ്ടി നടന്നതുകൊണ്ട് ഭഗവാൻ തന്നെ മകനായിട്ട് വന്നു. ഇങ്ങനെ വേണം ദാമ്പത്യം എന്നാണ് ഇപ്പം വർണ്ണിച്ചത്. ഈശ്വര കഥ കേൾക്കാനും മറക്കരുത്. ഗൃഹസ്ഥ ജീവിതം പറഞ്ഞ സമയമില്ല എന്നും പറഞ്ഞിട്ട് ഭഗവാനെ ഭരിക്കാൻ മാത്രം സമയമില്ല. ഈശ്വര കഥകൾ കേൾക്കാൻ മാത്രം. സിനിമയ്ക്ക് പോകാൻ സമയമുണ്ട്, പോകണട്ടോ, ഒക്കെ കാണണം. എല്ലാ സിനിമയും ഇപ്പോൾ ഇറങ്ങിയ 3 സിനിമ നല്ല സിനിമ അതാ കേട്ടത്. ഒക്കെ പോകണം, ഒന്നും വേണ്ട ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഭാഗവതം കേൾക്കാനും കൂടി ആണ്. അതിനും കൂടി സമയം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നീട് പ്രയാസം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അതാണ് വർണ്ണിച്ചത്. അങ്ങനെ ഭഗവാനെ തന്നെ മകനായിട്ട് കിട്ടി. ആ മകനൊരു 6-7 വയസ്സായ സമയത്ത് കർദമ പ്രജാപതി ചെന്നു, മകനെ തൊഴുതം കണ്ട് നമസ്കരിച്ചു. മകൻ എന്നുള്ള മട്ടിലല്ല, അങ്ങനെ വെച്ചാൽ നമസ്കരിക്കുകയല്ലോ, ഭഗവാനായിട്ട് കണ്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ് കേട്ടോ. ഞാൻ അന്ന് തന്നെ അങ്ങയോട്, എന്നെ അനുഗ്രഹിച്ച സമയത്ത് ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്, ഉണ്ണിയായി കഴിഞ്ഞാൽ ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഞാൻ പറഞ്ഞിട്ടില്ലേ. നിന്റെ അമ്മയോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പതാ ഭഗവാനെ തന്നെ മകനായിട്ട് കിട്ടി. അമ്മയ്ക്ക് വേണ്ട കാര്യമൊക്കെ നീ പറഞ്ഞു കൊടുത്തോളില്ലേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം സന്യസിച്ചു എന്നാണ്. അത്ഭുതം തോന്നും. ഭഗവാൻ തന്നെ വീട്ടിൽ വന്നപ്പോൾ ഇയാൾ വീട് വിട്ട് കാട്ടിൽ പോയി. അപ്പൊ നമ്മൾ പറയിരിക്കുന്നത് കഷ്ടം തന്നെ. ഭഗവാൻ ആ വീട്ടിലേക്ക് വന്നതേ, അപ്പോഴാണ് ഇദ്ദേഹം വീട് വിട്ട് കാട്ടിൽ പോയി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ചോദിച്ചാൽ, ഭഗവാനെ ഭജിക്കുകയാണ് മുഖ്യം, എവിടെ ഇരിക്കണമുള്ളതല്ല. വീടിന് വീടിൻ്റെതായിട്ടുള്ള ദോഷമുണ്ട്. വീട്ടിൽ ഭാഗവതമുണ്ട്, പുസ്തകമുണ്ട്, വിഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വായിക്കുവോ? ഇതുപോലെ ഇരിക്കുക വീട്ടില്? ഇല്ല. വീടിന് വീടിൻ്റെതായിട്ടുള്ള ദോഷമുണ്ട്, അത് അംഗീകരിച്ചേ പറ്റൂ. വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ആധ്യാത്മികമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവില്ല, പറയാൻ വയ്യ. തുടക്കത്തിലൊന്നും ഉണ്ടാവില്ല. ഇനി കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വീടായാലും കുഴപ്പമില്ല, കാടായാലും കുഴപ്പമില്ല, എവിടെ ബസ് സ്റ്റാൻഡ് ആയാലും കുഴപ്പമില്ല, ഒക്കെ ഗുരുവായൂർ അമ്പലമായിട്ട് തോന്നും. പക്ഷേ ആദ്യമൊന്നും നടക്കില്ല, തുടക്കത്തിൽ നടക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ സാധകനാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങയെ ഭജിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വീട്ടിലിരുന്നാൽ എനിക്ക് അങ്ങയെ ഭജിക്കാൻ തോന്നില്ല. ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ ഭജിച്ചോളാം. എവിടെ പോയിട്ട്? കാട്ടു പോയാൽ ഈ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാം, മനസ്സ് നിന്നിൽ വെക്കാം, പോരെ, മതി. ഭഗവാൻ പറഞ്ഞു, അച്ഛാ, എവിടെ ഇരിക്കണുള്ളത് മുഖ്യമല്ല, മനസ്സ് എന്നിൽ വെക്കുക, അതാണ് പ്രധാനം. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. തിയേറ്ററിലാണ് മനസ്സെങ്കിലും, ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനായിരിക്കണു? ആയുർവേദം അവിടെ പോയിരിക്കുന്നതാണ്. ഇനി തിയേറ്ററിൽ ഇരുന്നാലും കുഴപ്പമില്ല, മനസ്സ് പൊടിയാണെങ്കിലും ഇപ്പൊ ഇവിടെ ഭാഗവതം വായിക്കുന്നുണ്ടാവും, അർത്ഥം പറയുന്നുണ്ടാവും. അയാൾക്കാവും മുക്തി. എവിടെയാണ് മനസ്സ് വെക്കണം എന്നുള്ളതാണ് പ്രധാനം. ഏതായാലും എല്ലാം വിട്ട് അദ്ദേഹം കാട്ടിൽ പോയി ഭഗവാനെ ഭജിച്ചു, മുക്തനായി എന്നാണ് കഥ. ഇവിടെ ദേവഭൂതിയുടെ കഥ എന്താ? വലിയ കൊട്ടാരം, ആരുമില്ല, ഒരു മകൻ. ആ മകനാണെച്ചാൽ പുറത്തിരിക്കുകയുള്ളൂ, കൊട്ടാരത്തിൽ കയറില്ല. വലിയ കഷ്ടമാണ് അവസ്ഥ. നമ്മുടെയൊക്കെ നാട്ടിലുള്ളത് പോലെ തന്നെ. കേരളത്തിലുള്ള അധിക വീടുകളും നോക്കിയാൽ വലിയ വീടുകളിലൊന്നും ആരും ഉണ്ടാവില്ല. മക്കളൊക്കെ ദൂരത്താവും. മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാവും. 85 വയസ്സ് മുത്തശ്ശി, 90 വയസ്സ് മുത്തശ്ശൻ. പിന്നെ പണിക്കാർ രാവിലെ വരും, വാതിൽ തുറന്നു നോക്കും, ആളുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കും. എന്താണ്? ആളുണ്ടെങ്കിൽ 2 ചായ ഉണ്ടാക്കി പിന്നെ തുറന്നു നോക്കിയിട്ട് ആളില്ലെങ്കിലോ, പോയിട്ടുണ്ടെങ്കിലോ. ഇങ്ങനെയൊക്കെയാണ് അധികം ലോകത്തിന്റെ അവസ്ഥ. ആ മുത്തശ്ശനും മുത്തശ്ശി എന്താ ചിന്തിക്കുക? ആയ കാലത്ത് എന്തായിരുന്ന കഥ. 8ഉം 10ഉം മുറിവട ഉണ്ടാക്കിയത് എല്ലാവരും ഇവിടെ നിൽക്കുന്നു കരുതിയിട്ട. മക്കളൊന്നും വിഷുവിനും വരണില്ല, ഓണത്തിനും വരണില്ല, കോളൊക്കെ ഫ്രീ അല്ലേ, വിളിക്കില്ല. എന്താ കഥ? ഇങ്ങനെ വിഷമിച്ചിരിക്കുക ചെയ്യുക. എന്നാൽ ഇവിടെ ദേവഭൂതി അങ്ങനെ വിഷമിച്ചിരിക്കുകയല്ല. അതാണ് വ്യത്യാസം. ചെറുപ്പകാലത്തിൽ എന്താണോ നമ്മൾ ഉള്ളിലേക്ക് സംസ്കാരം എന്താണോ ഉള്ളിലെത്തിയത്, അതാണ് ഭാവിയിൽ ഉണ്ടാവുക. ഇവിടെ ദേവഭൂതിയുടെ ചിന്ത എന്താ? ഈ വക ചിന്തകളൊന്നുമല്ല. തനിക്ക് നല്ലൊരു അച്ഛനെ കിട്ടി, ധർമ്മത്തെ പറ്റിയൊക്കെ വിസ്തരിച്ചറിയണ ആളാ. മനുസ്മൃതി എഴുതിയ ആളാ തൻ്റെ അച്ഛൻ മനു.
പക്ഷേ കാര്യങ്ങളൊന്നും താൻ ചോദിച്ച് മനസ്സിലാക്കിയില്ല. അച്ഛൻ ശാന്തനായിട്ട് വർത്തിക്കുന്നത് കാണുന്നുണ്ട്. ഇത്രയൊക്കെ വലിയ രാജ്യം ഭരിച്ചിട്ടും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുമ്പോഴും ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല, സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നു. പക്ഷെ ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ സിദ്ധി താൻ മേടിച്ചിട്ടില്ല. പോട്ടെ, അതിനുശേഷം നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ, കർദമൻ. എന്നിട്ട് ഇപ്പം എന്തേണ്ടായി? 9 പെൺകുട്ടികൾ ഒരു ഉണ്ണി ഉണ്ടായി എന്നല്ലാതെ അദ്ദേഹത്തിന്റെ അത്ര ശാന്തി തനിക്കുണ്ടോ? അദ്ദേഹം അനുഭവിക്കുന്ന ആനന്ദം തനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹവും കാട്ടിലേക്ക് പോയി. ഇപ്പം കേൾക്കുന്നത് തന്റെ മകനായിട്ട് വന്നത് ഭഗവാൻ തന്നെയാണെന്നാ പറയുന്നത്. കപിലനായിട്ട് വന്നത് ആരാ? ഈശ്വരൻ തന്നെയാണ്. അയാൾ ഈ കൊട്ടാരത്തിൽ ഇരിക്കാണ്ട് പുറത്തത് ആനന്ദമായിട്ടിരിക്കണം. അയാളെ കൂടി നഷ്ടപ്പെടുത്തിയാൽ ഈ ജീവിതം തന്നെ വലിയ നഷ്ടമായിട്ട് മാറും. ഇനി മടിക്കണ്ട, മകനാണെന്ന് കരുതി മാറി നിൽക്കണ്ട. അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് കരുതി ആ അമ്മ ഓടി വന്നു, മകന്റെ കാൽക്കൽ വീണ് കണ്ട് നമസ്കരിച്ചു. അമ്മ മകനെ നമസ്കരിക്കാൻ പാടില്ല, പക്ഷെ മകൻ നല്ല കാണുന്നത് ഗുരുനാഥൻ ഭഗവാനായിട്ട് കണ്ട് തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. അത് പറയാണ്, നിർവിണ്ണാനിതരാം ഭൂമൻ അസതിന്ദ്രിയതർഷണാത് ഏന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ഉണ്ണി, എനിക്ക് തിരിച്ചറിവുണ്ടായി. ഇത്രയും കാലം കണ്ടിട്ടും കേട്ടിട്ടും കഴിച്ചിട്ടും തൊട്ടിട്ടും അങ്ങനെ നടന്നു. ഇപ്പൊ എനിക്ക് ബോധ്യായി. അതുകൊണ്ടൊന്നും സമാധാനമാവില്ല. അനുഭവിക്കും തോറും ഇനിയും വേണം എന്നാ തോന്നുന്നത്. നമ്മളെ വിചാരം അനുഭവിച്ചങ്ങോട്ട് തൃപ്തി വരുന്നതാണ്. ഇല്ല. അങ്ങനെയാണെങ്കിൽ എത്ര ചായ കുടിച്ചു ഇപ്പൊ തോന്നണില്ലേ? 8:30 കഴിഞ്ഞല്ലോ, തോന്നണില്ലേ? എത്ര ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവും, എത്ര ലോറി ഇഡ്ഡലി നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, എത്ര ചായ നമ്മൾ കുടിച്ചിട്ടുണ്ട്. നമ്മൾ കുടിച്ച ചായ പോരെ തൃശ്ശൂർ മുങ്ങാൻ, വെള്ളപ്പൊക്കം ഉണ്ടാവാൻ അതുപോലെ ആണ്. പക്ഷെ എന്നാലും ഇപ്പൊ ഒരു ചായ കിട്ടണം തോന്നണില്ലേ? ആണ്. തൽക്കാലം മടുക്കുന്നല്ലാതെ തൽക്കാലം മതി തോന്നും. പിന്നെയും ഇനിയും വേണം. തീയിലെ നെയ്യ് ഒഴിക്കണത് പോലെയാ. തീന്നൊക്കെ എടുത്താൽ നെയ്യ് ഒഴിച്ചാൽ കെടുക. ഒരു ബക്കറ്റ് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചാൽ തൽക്കാലം കെട്ടു അങ്ങോട്ട് തോന്നും, പിന്നെ അങ്ങോട്ട് ആളിക്കത്തും. അത് ഇന്ധനാണ് ഒഴിച്ചതേ. ഇതുപോലെയാണ് അനുഭവിക്കും തോറും ശക്തി കൂടും. ഇനിയും വേണം എന്നുള്ള വിചാരം ഉണ്ടാവും. വിവരമുള്ളവൻ എന്ത് ചെയ്യണം? തന്റെ പ്രായമായിട്ട് കൂട്ടി നോക്കിയിട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഓരോന്നായിട്ട് അങ്ങോട്ട് മതി, ഇനിയിപ്പോൾ ചായ ഒന്നും വേണ്ട, അങ്ങനെയല്ല, ഇപ്പൊ നിർത്തും, പേടിക്കണ്ട, എന്നാലും ഇത്രയൊക്കെ മതി, ഇതിലൊക്കെ ഇപ്പൊ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കാണാനും കേൾക്കാനും തൊടാനൊക്കെ ആയിട്ട് നടക്കണ്ട, ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ പോവായി ഭഗവാനിലേക്ക്. അതുകൊണ്ട് വിഷമൊന്നും ഇല്ലാണ്ട് അവസാന കാലത്ത് സ്വസ്ഥമായിട്ട് കിടന്ന് ശരീരം ഒഴിവാക്കണമെങ്കിൽ ഈശ്വര വിചാരം ഉള്ളിലുണ്ടാവണം, മനസ്സ് സാത്വികമാവണം എന്ന് കരുതി മെല്ലെ തൻ്റെ ആ വിഷയവാസന കുറച്ച് കൊണ്ടുവരികയാണ് വിവരമുള്ളവർ വേണ്ടത്. അമ്മ അതിന് തയ്യാറായി. അമ്മ മകന്റെ കാൽക്കൽ വീണു, വേണ്ട ഉപദേശം എനിക്ക് തരണേ എന്ന് പറഞ്ഞ് കാൽക്കൽ വീണപ്പം ഭഗവാൻ ഉപദേശം കൊടുക്കുകയാണ്. കാൽക്കൽ വീണാൽ എന്ത് ചെയ്യാവൂ? ഉപദേശം കൊടുക്കാവൂ. ഇപ്പം നീ കൊടുക്കാം, ഇതിന് മുമ്പ് എന്തേ കൊടുക്കാനു? അമ്മ ദോശ മറിച്ചിടുകയാണ്. ദോശ ഉണ്ടാക്കണം, അതുണ്ടാകും, എന്തൊക്കെ തിരക്കുണ്ട് അമ്മയ്ക്ക്, അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഉപദേശിക്കാൻ പറ്റുമോ? അമ്മയെ ഭാഗവതം പറഞ്ഞു തരാം, അമ്മയ്ക്ക് കേൾക്കണ്ട. അതുപോലെയാണ്, ചോദിച്ചാലേ പറഞ്ഞു കൊടുക്കാവൂ. അതല്ലാതെ വേറെ വഴിക്ക് പോകുന്ന ആളെ പിടിച്ചിരുത്തിയിട്ട് സപ്താഹം നടത്തുക പാടില്ല. ആവശ്യമായിട്ട് അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ മാത്രം പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ അമ്മ വന്നു, കാൽക്കൽ വീണ് നമസ്കരിച്ചു, പ്രപഞ്ചത്തിന്റെ നിസ്സാരത ബോധ്യപ്പെട്ടു, സമാധാനമായിട്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഉണ്ണി, അതിനുള്ള വഴി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ സമയത്ത് ആ മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കാപിലേയം അല്ലെങ്കിൽ കപിലോപദേശം. വളരെ പ്രധാനമാണ് ഭാഗവതത്തിൽ. അത് നമുക്ക് ഇവിടെ നിർത്തി. ചായയ്ക്ക് ശേഷം 9 മണിക്ക് ശേഷം പാരായണം, 10 മണിക്ക് ശേഷം പ്രഭാഷണം, കപിലോപദേശം. അത് കഴിഞ്ഞ് പിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗം ദക്ഷന്റെ കഥയാണ്. അത് കഴിഞ്ഞാൽ പിന്നുള്ള കഥ ധ്രുവന്റെ കഥ, പൃഥുചരിത്രം, പുരഞ്ജനോപാഖ്യാനം, ഭദ്രകാളി അവതാരം. ആ സമയത്ത് പ്രധാനപ്പെട്ട നിവേദ്യം കടുംപായസാണ്. ആഗ്രഹിക്കുന്നവർക്കത് മുൻകൂട്ടി ഷീട്ടാക്കാം. ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഭാഗം. പാരായണ സമയത്ത് നെയ്വിളക്ക്, പുഷ്പാഞ്ജലിയൊക്കെ സമർപ്പിക്കാവുന്നതാണ്. പ്രധാന ഭാഗം വായിക്കുമ്പം പറന്നിറക്കാം. അതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ആഗ്രഹിക്കുന്നവർക്കത് ചെയ്യാം. ഇപ്പം ഇവിടെ നിർത്തുകയാണ്. ഒരു വരിയായിട്ട് വന്ന് ത്രിമധുരം പ്രസാദം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.